കാസർഗോഡ് ബേക്കൽകോട്ട് ഉൾപ്പെടെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയിട്ട് 5 മാസത്തോളമായി. വർഷങ്ങളായി ചെറിയ വേതനത്തിന് ജോലി ചെയ്യുന്ന ഇവർക്ക് ശമ്പളം കൂടി കിട്ടാതായതോടെ ജീവിതം ദുരിതത്തിലാണ്. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ബേക്കൽകോട്ടയുടെ മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഏതായാലും ഈ നിരവധി സഞ്ചാരികളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് മാലിന്യങ്ങളും മറ്റും വലിച്ചെറിയുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇതെല്ലാം വൃത്തിയാക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. പക്ഷേ അവരുടെ ജീവിതം അത്ര മനോഹരമല്ല. കഴിഞ്ഞ 5 മാസത്തോളമായി ഇവർക്ക് വേതനം കിട്ടിയിട്ട്. ഏതായാലും അവർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ നിലവിലൊരു സാഹചര്യം? ഞങ്ങൾക്കിപ്പോൾ 5 മാസമായി ഞങ്ങളുടെ ശമ്പളം പെൻഡിങ്ങിലായിട്ട്. അപ്പോൾ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമുണ്ട്. നമുക്ക് തുച്ഛമായ ശമ്പളം 13,500 അതിപ്പോൾ 15 വർദ്ധിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്കുള്ളത് നമുക്ക് ഫണ്ടാണ് വരുന്നത്. വേറെ ആനുകൂല്യമായിട്ട് നമുക്ക് യൂണിഫോമിൻ്റെ പൈസ മാത്രമേ കിട്ടുന്നു. പിന്നെ ഇപ്പോൾ 2 വർഷമായിട്ട് ഓണത്തിന് ഒരു 1000 രൂപ വെച്ചിട്ട് വേറെ ഒരു ആനുകൂല്യങ്ങളില്ല, ഫണ്ട് വരുന്നതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ പ്രയാസമാണ് ജീവിക്കാൻ. 5 മാസമായിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്. നമ്മൾ നിരന്തരം നമ്മളെ ഓഫീസർമാരോടും ഇത് ബന്ധപ്പെട്ടിട്ടുള്ളവരോടും നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഉണ്ട്. അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ആരാണോ ഇതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുന്നവർ അവർ ശ്രദ്ധയിൽപ്പെടണം. അത്രയും സങ്കടം കൊണ്ടാണ് ഇത് പറയുന്നത്. ജീവിതം വളരെ ബുദ്ധിമുട്ടില്ലാന്ന് പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ശമ്പളം കിട്ടാതെ 5 മാസമായതുകൊണ്ട് വളരെയധികം കഷ്ടപ്പാടാണ്. എന്ന് വെച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം അതെല്ലാം ആകുമ്പോൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനേ കഴിയുന്നില്ല. പിന്നെ നമുക്ക് ഈ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഈ മറ്റേ DTPCയുടെ ഫണ്ടിന്ന് കൊടുക്കാത്തത്. മറ്റുള്ള ജില്ലയിൽ ഫണ്ട് അവർ ഒരു ഓൺ ഫണ്ടിന്ന് ഒരു 1-2 മാസത്തെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെയും കൂടെ ഒരു 2 മാസത്തെ പൈസയും കൂടെ ഞങ്ങൾക്ക് തന്നിനെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു നമുക്ക്. അതും കൂടി നമുക്ക് തന്നില്ല അവർ. പക്ഷേ അത് വളരെ വിഷമമുണ്ട് ആ കാര്യത്തിൽ. എങ്ങനെ മുമ്പോട്ട് ജീവിതം കൊണ്ടുപോകേണ്ടത് തന്നെ നമുക്ക് അറിയില്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആരോടും നമ്മൾ പരാതിപ്പെടേണ്ടതൊന്നും. പക്ഷേ എല്ലാ ആൾക്കാരെയും കണ്ടു, നമ്മൾ പിന്നെ MLA കണ്ടു, എല്ലാവരും കണ്ടു. പക്ഷെ ഒരു ഇതും ഉണ്ടായില്ല, പ്രശ്നത്തിനൊരു ഇതൊന്നും ഉണ്ടായില്ല. പുതിയ സർക്കാരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? സർക്കാരിനോട് നമുക്ക് പറയേണ്ടത് നമ്മുടെ കാര്യം എത്രയും പെട്ടെന്ന് ശരിയാക്കി തരിക. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി തരണം. നമ്മുടെ ഫണ്ട് എത്രയും പെട്ടെന്ന് കാസർഗോഡ് ജില്ലയിലുള്ള വ്യക്തികൾക്ക് എത്രയും പെട്ടെന്ന് ഫണ്ട് ഓക്കെ ആക്കി തരണമെന്നാണ് പറയാനുള്ളത്. ദിവസവും നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്നിടമാണ് ബേക്കൽകോട്ട ഉൾപ്പെടെയുള്ള വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ. ഇവിടെ ശുചീകരണ തൊഴിൽ ഏർപ്പെട്ടവർക്കാണ് ഇത്തരത്തിൽ മാസങ്ങളോളമായി വേതനം മുടങ്ങിയിരിക്കുന്നത്. തുച്ഛമായ വേതനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ആ വേതനം ഇപ്പോൾ കിട്ടാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇവരുടെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.